CDSകളിൽ നടത്തിവരുന്ന ഇൻഷുറൻസുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമാണ് ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ടാലിയിലേക്ക് കോസ്റ്റ് സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും ക്രിയേറ്റ് എൻ്റർ ചെയ്യുക. ലെഡ്ജർ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. പേര് കൊടുക്കേണ്ടത് ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് പ്രീമിയം എന്നാണ്. ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് പ്രീമിയം എന്ന് കൊടുക്കുക. കറണ്ട് ലയബിലിറ്റി ആണ്, കാരണം നമ്മൾ കളക്ട് ചെയ്യുന്ന പണം മുഴുവനായിട്ടും ജില്ലാ മിഷനിലേക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ലയബിലിറ്റി ആണ്. എൻ്റെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി യെസ് ആണെന്നുള്ളത് ഉറപ്പാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സേവ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഒരു വാർഡിൽ നിന്നും ഭീമാമിത്ര ജീവൻ ദീപ ഇൻഷുറൻസിൻ്റെ പണം വാങ്ങിച്ച് അക്കൗണ്ടിൽ അടച്ച് നമ്മളത് അക്കൗണ്ട് ചെയ്യുന്നു, അത് എന്നിട്ട് ജില്ലാ മിഷനിലേക്ക് കൊടുക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് വൗച്ചർ എൻട്രി എടുക്കുക, വി പ്രസ് ചെയ്യുക, ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. 10/4 റെസിപ്റ്റാണ് വരുന്നത്. ക്യാഷായിട്ടാണ് പണം വന്നത് ജീവൻ ദീപം ഇൻഷുറൻസ് പ്രീമിയമാണ്. 10 പേർക്ക് 1740 രൂപ. ADS വാർഡ് 1 ADS വാർഡ് 2 ചതയം NG ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സേവ് ചെയ്യാം. അവർക്ക് കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് നമ്പർ ചേർത്ത് സേവ് ചെയ്യാം. മറ്റൊരു ആൾ തന്നിരിക്കുന്നത് ജീവൻ ദീപം ഇൻഷുറൻസ് പ്രീമിയമാണ്. 174 രൂപ. ADS വാർഡ് 1 ഐശ്വര്യ NG ആണ് തന്നിരിക്കുന്നത്. അവർക്ക് തന്നിരിക്കുന്ന റെസിപ്റ്റ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് അക്കൗണ്ടിലേക്ക് അടയ്ക്കാം. ഓൺ ഫണ്ടിലേക്ക് അന്ന് തന്നെ അടയ്ക്കുകയാണ്. ഓൺ ഫണ്ട് ടു ക്യാഷ് ആണ് കാണിക്കുന്നത്. 1914 രൂപ ബാലൻസ് ഉണ്ട്, നമ്മൾ അടച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ജില്ലാ മിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പേയ്മെൻ്റാണ് വരുന്നത്. പേയ്മെൻറ്റിൽ പോകുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ് പോകുന്ന ഇനം ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം ആണ് വരുന്നത്. 1914 രൂപയാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എൻ്റർ ചെയ്യുക. ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. അവിടെ നമ്മൾ ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ മുമ്പ് ചെയ്ത് RP ഓണറേറിയം ആയിരുന്നു. പുതിയത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റിൽ ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം എൻ്റർ ചെയ്യുക. ഇവിടെ കാണാൻ കഴിയും ജില്ലാ മിഷനിലേക്കുള്ള ഡിസ്ട്രിക്ട് മിഷൻ റെസിപ്റ്റ് അല്ല, ഡിസ്ട്രിക്ട് മിഷൻ പേയ്മെൻ്റ് ആണ്. ജില്ലാ മിഷനിലേക്ക് കൊടുക്കുന്ന ഫണ്ടായതുകൊണ്ട് ഡിസ്ട്രിക്ട് മിഷൻ പേയ്മെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്ത് തെറ്റിപ്പോയി. ജീവൻ ദീപം ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം ജില്ലാ മിഷനിലേക്ക് ഡിസ്ട്രിക്ട് മിഷൻ പേയ്മെൻറ്റ് ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം. ഓക്കെ, സേവ് ചെയ്യാം. ജില്ലാ മിഷനിലേക്കുള്ള പേയ്മെൻ്റാണ്. ജീവൻ ദീപ ഇൻഷുറൻസ് പ്രീമിയം ഇനത്തിൽ 1914 രൂപ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സേവ് ചെയ്യാം. ഇൻസ്ട്രുമെൻ്റ് നമ്പർ നരേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, അത് നമ്മളെ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഒരു കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്ത് മാറിപ്പോയായിരുന്നു. നമുക്കതിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓൾട്ടർ എടുക്കുക. കോസ്റ്റ് സെൻറ്ററാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുക. ഇതിൽ ജീവൻ ദീപം ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് റെസിപ്റ്റിനകത്തുനിന്ന് ജീവൻ ദീപം ഇൻഷുറൻസ് പ്രീമിയം കാണിച്ചു. അതാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ച് ഓൾട്ട് D പ്രസ് ചെയ്യുക, യെസ് കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ജീവൻ ദീപം ഒരുമ ഇൻഷുറൻസ് പ്രീമിയം ഒന്നുമില്ല, കാരണം വന്ന പണം മുഴുവനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട്
പ്രത്യേകിച്ചൊന്നും ബാലൻസ് ഇല്ല. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഇത് പോവില്ല, കാരണം കറണ്ട് ലയബിലിറ്റി ആയിരുന്നു. ഇനി നമ്മൾ കോസ്റ്റ് സെൻറ്ററിൽ ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കാം. ലെഡ്ജർ ബ്രേക്കപ്പ് എടുക്കുക. ഈവൻ ദീപം ഇൻഷുറൻസ് പ്രീമിയം വന്നത് 174, ഒന്നാം വാർഡിൽ നിന്ന് 174 രൂപയും രണ്ടാം വാർഡിൽ നിന്നും 1740 രൂപയും വന്ന് മൊത്തത്തിൽ ചേർത്ത് 1914 രൂപ ജില്ലാ മിഷനിലേക്ക് കൊടുത്തിട്ടുമുണ്ട്. ഇത്ര മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട എൻട്രികൾ. ഇത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് ടാലിയിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. മനസ്സിലായിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.